ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ അങ്ങോട്ട് ആ ലൈക്ക് അങ്ങോട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള എൻ്റെ കൊച്ചു വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം കഴിഞ്ഞ് ചോറും കറിയും എല്ലാം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുക്കുകയാണ്. ചില ദിവസം തീരെ താല്പര്യം ഉണ്ടാവില്ല വീഡിയോ എടുക്കാനായിട്ട്, ചില ദിവസം നല്ല ഇൻട്രസ്റ്റാണ്. അപ്പോൾ അങ്ങനെ മൂഡ് വരുന്ന ടൈമിൽ വേഗം വീഡിയോ എടുക്കുകയാണ് കേട്ടോ. പിന്നെ അപ്പോൾ ഇന്ന് രാവിലെ കറിയും ചോറും കറിയും എല്ലാം ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് മക്കളൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ, കാക്കും മക്കളൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു. അപ്പോൾ എനിക്കുള്ളൊരു തട്ടിക്കൂട്ടൊരു കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണതെന്ന് കാണിച്ചു തരാം. ഞാൻ ആദ്യം ഒന്ന് ഈ ഒരു മുട്ടെടുത്തൊന്ന് കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതാ ഓംപ്ലേറ്റുള്ള പച്ചമുളകും ഉള്ളിയും എല്ലാം റെഡിയാക്കിയതാണ് കേട്ടോ. ഒരു 2 മുട്ട എടുത്ത് പൊരിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ മുട്ടയാണ് കേട്ടോ. അപ്പോൾ മുട്ടയ്ക്ക് ചിക്കനൊക്കെ വില കൂടിയതായിരുന്നു. മുട്ട വരുന്ന അധികം വലിപ്പമില്ലാത്ത ചെറിയതാണ്. അപ്പോൾ ഞാനത് 2 എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മുട്ട റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കറി കാണണ്ടേ, ഞാൻ നല്ല ചെറുപയർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ അരച്ചിട്ടില്ല, അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തക്കാളി ഉള്ളി പച്ചമുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് ഒന്ന് കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടൊന്ന് താളിപ്പൊക്കെ എടുത്ത് ഒഴിച്ചൊരു കറിയാണ് കേട്ടോ. അപ്പോൾ നല്ല നാരങ്ങ അച്ചാറും ഉണ്ടായിരുന്നു. പിന്നെ ഇതാ മുട്ടയും. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ച ഫുഡ് ഇതായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് നമുക്ക് റെസ്റ്റ് എടുക്കണ്ടേ. എപ്പോഴും പിന്നെ രാവിലെ എണീറ്റ് തുടങ്ങുന്ന പണികളാണല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. രാവിലെ മുതൽ പണിയെടുത്തൊന്ന് ഫുഡൊക്കെ കഴിച്ച നേരം കുറച്ചൊന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ ഉച്ചയ്ക്ക് അങ്ങോട്ടുള്ള പണി ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോൾ കുറച്ച് ബിരിയാണിയും കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത് മോന് ഉച്ചയ്ക്ക് വരുമ്പോൾ കുറച്ച് ബിരിയാണി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആ സമയത്ത് ഞാൻ കഴിച്ചില്ല. അപ്പോൾ ഞാൻ ഉറങ്ങി എണീറ്റ് കഴിക്കാമെന്ന് വെച്ചിട്ട് അവിടെ എടുത്ത് വെച്ചതാണ്. അങ്ങനെ ഞാൻ ഉറങ്ങി എണീറ്റ് അത് കഴിച്ചു. പിന്നെ കേട്ടോ ഞാൻ കുറച്ച് ചായ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ല പാലൊക്കെ ഇതെടുത്ത് ഗ്യാസ് കത്തിച്ച് ചായക്കുള്ള സംഭവം കേട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇഞ്ചി ഇടാമെന്ന് വിചാരിച്ചു ചായയിൽ കേട്ടോ. അപ്പോൾ ഇഞ്ചി ചായ കുടിച്ചാൽ നമുക്ക് വയറിനൊരു സുഖമാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ചിലപ്പോൾ വയറ് ശരിയായിട്ടില്ലെങ്കിലും കരുതിയിട്ടുണ്ട്. ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. ആ സമയത്ത് നമുക്ക് പറ്റാത്ത സമയത്തൊക്കെ നമ്മൾ ഫുഡ് കഴിച്ചാൽ ചിലർക്ക് അങ്ങനെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. എനിക്ക് ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ചായയിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അടിപൊളി ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചായ കുടിക്കട്ടെ. അപ്പോൾ മോന് സ്കൂളിൽ വിട്ട് വരാൻ സമയം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവനുള്ള ചായയും അവിടെ മാറ്റി വെച്ച് ഞാനിതാ പുറത്ത് വന്നിരുന്ന് ഇങ്ങനെ ചായ കുടിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ചായ കുടിക്കുന്ന കണ്ടിട്ട് നമ്മളെ പൂച്ച ഉണ്ടല്ലോ മിന്നു ഇങ്ങനെ ഡോറിൻ്റെ സൈഡ് വന്ന് നിന്നിട്ട് അങ്ങനെ ഒച്ച ഉണ്ടാക്കണം കേട്ടോ. അവളങ്ങനെയാണ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കുന്നത് കണ്ടാലോ പുറത്ത് ആരെങ്കിലും കണ്ടാലോ അപ്പോൾ ഒരു സൗണ്ട് ഉണ്ടാക്കണം. അങ്ങനെ മോൻ വന്ന് അവന് ചായയൊക്കെ കൊടുത്ത് അവൻ കളിക്കാൻ പോയിട്ടോ. വന്നു കഴിഞ്ഞാൽ പിന്നെ ചായ കൂടി കഴിഞ്ഞാൽ ആൾ നേരെ ഗ്രൗണ്ടിൽ പോകട്ടോ. ഗ്രൗണ്ടിൽ പോയി കളിച്ച് ഒരു 6 മണി ബാങ്ക് കൊടുക്കാൻ സമയത്താണ് പിന്നെ എത്തുക. അപ്പോൾ ഞാൻ ഫ്രീ ആണ് കേട്ടോ. ആ സമയമൊക്കെ ഞാനും ഫ്രീ ആയിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ. പിന്നെ നമ്മുടെ അയൽവാസികളൊക്കെ ഉണ്ട്, അപ്പുറം ആളുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഇങ്ങോട്ട് പോവില്ല കേട്ടോ. അങ്ങനെ പോണത് ഇഷ്ടമൊക്കെയാണ്, പക്ഷെ നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോവാറില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ തൊട്ട പേരൊക്കെ വീട് പണിയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ആളിഷ്ടം പോലെ ആയിട്ടോ. എന്താ വെച്ചാൽ ഒരു ഭാഗത്ത് നമ്മുടെ ഇളയിച്ചും മക്കളുമാണ്, ഉമ്മ ഉണ്ടാവും. അപ്പോൾ അവർ വന്നാലും നമുക്കൊരാളായി. പിന്നെ ഇപ്പുറത്ത് മറുഭാഗത്ത് അമ്മോൻ്റെ മകനും ഭാര്യയും മക്കളും ഒക്കെയാണ് കേട്ടോ. അവരൊക്കെ വന്നാൽ പിന്നെ നമുക്ക് വൈകുന്നേരം ടൈം പോകുന്നതറിയില്ല. അങ്ങനെ ഞാനെൻ്റെ കുറച്ച് ചെടികളുണ്ടല്ലോ അതൊക്കെ ഒന്ന് നനച്ച് കൊടുത്തിട്ട് നമ്മളെ മിന്നുവിനുള്ള വൈകുന്നേരത്തെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടോ. അപ്പോൾ ഈ ഒരു ചെടി ഇതാട്ടോ നല്ലോണം തഴച്ച് വളർന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ പൂവും കേട്ടോ. ഡെയിലി ഇതുപോലെ പൂവ് നല്ലോണം പൂത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗി കാണാം. അപ്പോൾ അത് ഞാനെടുത്ത് കിണറിൻ്റെ സൈഡിൽ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ ചെടിയും നമ്മുടെ ബോഗൺവില്ലൊക്കെ നല്ല ഉഷാറായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്.
അപ്പം ഇനി നമുക്ക് സമയമില്ല. ഇനിയിപ്പോൾ മഗ്‌രിബിൻ്റെ സമയമായി, ബാങ്ക് കൊടുക്കുന്നുണ്ട്. മോന് എത്തിയിട്ടുണ്ട് കേട്ടോ. മോനെത്തി അവൻ കുളിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും പുറത്തെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞതാട്ടോ അകത്തേക്ക് കയറുകയാണ്. അപ്പം നമ്മൾ അലക്കാനൊക്കെ വാഷിംഗ് മെഷീനൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി കേട്ടോ. സിറ്റ് ഔട്ടിൽ വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം പ്ലംബിങ്ങിൻ്റെ വർക്ക് ഫുള്ളായിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കുള്ള സെറ്റിങ്സ്, ഇപ്പോൾ വാഷിംഗ് മെഷീൻ്റെ സെറ്റിങ്സൊക്കെ ചെയ്യാൻ. അപ്പോൾ എന്തായാലും പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ അലക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കുഞ്ഞു വിശേഷത്തേക്കേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.